ഇന്ന് നമ്മൾക്ക് വളരെ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റാണുള്ളത്. മൈക്രോബയോളജി ലാബിൽ നിന്ന് ക്യാമറയുടെ ഗ്ലാമറിലേക്ക് എത്തിയ നമ്മുടെ സ്വന്തം അഖില ഭാർഗവൻ. നമസ്കാരം. നമസ്കാരം. ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഓണത്തിൻ്റെ കോസ്റ്റ്യൂമിലൊക്കെ കണ്ടുകൊണ്ട് എന്ത് മെഡിക്കൽ മിറാക്കിളാണ് നമുക്ക് ഓണത്തിന് തരാൻ പോണത്? എനിക്ക് നമ്മുടെ പ്രാന്താ എന്താണ് പോയിക്കോ. എനിക്കൊന്ന് ഈ നമ്മുടെ പ്രേമലുവിൽ നമ്മുടെ സംഗീതമായിട്ടുള്ള കോംബോ കൂടുതലുണ്ടായിരുന്ന അഖിലേക്കാണ്. ഇത് ആക്ച്വലി കൈ നിട്ടതാണോ ആ സ്ക്രിപ്റ്റിൽ? പേഴ്സണലി ചോദിക്കുകയാണ്, ആരോടാണ് കൂടുതൽ അടുപ്പം? സംഗീതനോടാണോ അതോ നസ്ലിനോടാണോ? ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ കമ്മിറ്റഡാണ്. അതിനൊന്നുമില്ലേ? മമിത പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര മെച്ചോർഡായിട്ടാണ്. റീന ഇവിടെ തുണി നോക്കി കാണിക്കട്ടെ, കണ്ടോ? സംഗീതം വിളിച്ച് ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ പറ്റും. ഹലോ, കുണു ഇതല്ല, ഇത് മൊത്തം കട്ടി. ഹായ്, ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. ഇറ്റ്സ് മീ നിമിഷാറാം. ഇന്ന് നമ്മൾക്ക് വളരെ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റാണുള്ളത്. മൈക്രോബയോളജി ലാബിൽ നിന്ന് ക്യാമറയുടെ ഗ്ലാമറിലേക്ക് എത്തിയ നമ്മുടെ സ്വന്തം അഖില ഭാർഗവൻ. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഓണത്തിൻ്റെ കോസ്റ്റ്യൂമിലൊക്കെ കണ്ടുകൊണ്ട് എന്ത് മെഡിക്കൽ മിറാക്കിളാണ് നമുക്ക് ഓണത്തിന് തരാൻ പോണത്? ഓണത്തിന് മെഡിക്കൽ മിറാക്കിളില്ല, ഓണം കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ മിറാക്കിള്. മിക്കവാറും സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക്. ഡേറ്റ് ഇതുവരെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. ഓക്കെ, മിക്കവാറും സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആയിരിക്കും. ഓക്കെ. കടലാസിലെ ബാക്ടീരിയ നോക്കിയിരുന്നാൽ ഇപ്പോൾ തിയേറ്ററിലെ റിയാക്ഷൻസിനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളോട്ട് പോവാം. എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം, ഇപ്പോൾ 2 പടം ഇറങ്ങാറുണ്ട് സെപ്റ്റംബറിൽ തന്നെ. ഒന്ന് അവരാച്ചൻ ആൻഡ് സൺസ്, ബിജു ചേട്ടൻ്റെ ലീഡായിട്ടുള്ള പടം. പിന്നെ മെഡിക്കൽ മിറാക്കിൾ, ഞാൻ ആദ്യമായിട്ട് ലീഡ് റോൾ ചെയ്യുന്ന പടം, ഞാനും സംഗീതരനും. അപ്പോൾ അതാണ് പുതിയ വിശേഷം. അതെ, നമ്മൾ ഒരുപാട് പടങ്ങൾ ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നു കാർത്തിക എന്ന് പലരും, അല്ലെ അഖിലയാണോ കാർത്തികയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആർക്കെങ്കിലും വരാറുണ്ടോ? നമുക്ക് കാണുമ്പോൾ തന്നെ കാർത്തികയായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ വിളിക്കാറുണ്ട്. ഇപ്പൊ മിക്കവാറും ചെറിയ കുട്ടികളാണ് പ്രേമലുവിന്റെ ഭയങ്കര ഫാൻസ്. അതെ, അപ്പോൾ ഇവര്, അതായത് ഈ റിപ്പീറ്റ് വാച്ച് നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേര് പെട്ടെന്ന് കാണുമ്പോൾ ഹായ് കാർത്തികയല്ലേ, അല്ലെങ്കിൽ കൂടുതൽ ആൾ അമൽ ഡേവിസ് എന്നാ വിളിക്കുന്നത്. മറ്റേ ഡയലോഗ് അമൽ ഡേവിസ് ഒരു രസീം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അമൽ ഡേവിസ് എവിടെയെന്ന് ചോദിച്ചിട്ടാ വരിക. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. സത്യം. അമൽ ഡേവിസിന്റെ കൂടെയാണ് നമ്മുടെ മെഡിക്കൽ മിറാക്കിൾ കൂടെ വരുന്നത്, അല്ലേ? എവിടെയാണ് സംഗീത? ആക്ച്വലി നമുക്ക് സംഗീതനെയും കൂടെ ഒരുമിച്ച് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നായകനും നായികയായിട്ട് വരുന്ന ഫിലിമാണ്. ഇതിലെങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ അടിയാണോ പ്രേമലോല പോലെ? അടിയൊന്നുമില്ല. അതിപ്പോ നമുക്ക് എല്ലാം അങ്ങ് പറഞ്ഞു സ്പോയിലർ ആയി പോകും. അതെ, ഇപ്പൊ ടീസർ ഇറങ്ങി, ഇപ്പൊ ഒരു സോങ് ഇറങ്ങി, അതിലൊക്കെ ഉള്ള പോലെ തന്നെ. അതെ. ഷർഫുദ്ദീൻ, സംഗീത് പ്രതാപ്, അഖില ഭാർഗവൻ, ഈ കോംബോ എന്താ ഒരു ഫൺ കോംബോ ആണോ? എന്താണ് നമ്മൾക്ക് എന്നാലും എക്സ്പെക്ട് ചെയ്യേണ്ടതൊരു ഇതില്? പടം എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹിയറിങ്, അതായത് നമ്മൾ ടീച്ചറിൽ പറഞ്ഞ പോലെ തന്നെ 2 വർഷമായിട്ട് കൊമയിൽ കിടക്കുന്ന ഒരാൾ കൊമയിൽ നിന്ന് എണീക്കുന്ന സമയത്ത് പുള്ളിക്ക് ഒരു സൂപ്പർ ഹിയറിങ് കിട്ടുന്നു. ഓക്കെ. സൂപ്പർ ഹീറോ അല്ല, സൂപ്പർ ഹിയറിങ് ആണ്. അപ്പോൾ അത് പുള്ളിക്ക് കേൾക്കാൻ പറ്റും. കുറച്ച് ദൂരെയുള്ള സാധനങ്ങളൊക്കെ പുള്ളിക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ പുള്ളിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ എല്ലാം പറയുന്നുണ്ട്. നമുക്കിപ്പോൾ കുറേ സൗണ്ട് ഒന്നിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് സിനിമയിൽ. അതുപോലെ അത് ഉപയോഗിച്ച് പുള്ളി ആ പവർ ഉപയോഗിച്ച് പുള്ളി ചെയ്യുന്ന പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ ഇതൊരു ഇമോഷണൽ ഒരു റോളർ കോസ്റ്റർ എന്നൊക്കെ പറയാം. അങ്ങനെ പോണ ഒരു പടമാണ്. തമാശയുണ്ട്, അതുപോലെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് തോന്നി മൈക്രോബയോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സജഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? മെഡിക്കൽ സജഷൻസ് ഒക്കെ? അല്ല, പടം അങ്ങനെ ഫുള്ളി മെഡിക്കലി ഇതായിട്ടുള്ള ഒരു പടമല്ല. മെഡിക്കൽ അല്ലെങ്കിൽ ഭയങ്കര കൂടുതൽ സയൻസ് പറയുന്ന പടമല്ല. അതായത് ഇപ്പോൾ പുള്ളിക്ക് ഈ ഒരു ഹിയറിംഗ് പവർ കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് വരേണ്ട ചെറിയൊരു പോർഷൻ മാത്രമേ മെഡിക്കലി നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ പടം മൊത്തം മെഡിക്കലായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പ്രേമലുവിൽ നമ്മുടെ സംഗീതമായിട്ടുള്ള കോംബോ കൂടുതലുണ്ടായിരുന്ന അഖിലേക്കാണ്. അതുപോലെ തന്നെ മമിത ആൻഡ് നസ്ലിൻ. പേഴ്സണലി ചോദിക്കുകയാണ്, ആരോടാണ് കൂടുതൽ അടുപ്പം? സംഗീതനോടാണോ അതോ നസ്ലിനോടാണോ?
ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ JK ശ്യാമേട്ടൻ്റെ അടുത്താണ്. നമ്മളെല്ലാവരും കണക്ട് മീൻസ് എന്താ പറയാ കണക്റ്റഡ് ആണ്. ലൈക്ക് നമ്മൾ പടത്തിലുള്ള പോലെ തന്നെയാണ് പടം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇപ്പോൾ ശ്യാമേട്ടനായാലും ഗോപി ചേച്ചി ഒക്കെ നമ്മൾ ഇപ്പോൾ സംഗീതനായാലും ആളു സംഗീതൻ വൈഫ് എല്ലാവരും ഫാമിലി ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. പടം കഴിഞ്ഞിട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും മിണ്ടും. അതിൽ എനിക്കൊന്ന് കൂടുതലായിട്ട് നേരിട്ട് കാണാൻ പറ്റാത്തത് എനിക്ക് നസ്ലനെയും മമ്മിതേനെയും അറിയാം. അവർ ഭയങ്കര തിരക്കായതുകൊണ്ട് അവരായിട്ടാണ് കൂടുതൽ. അല്ലാണ്ട് ശ്യാമേട്ടനും സംഗീതനായിട്ടൊക്കെ സ്ഥിരം ഫോൺ വിളിയും പരിപാടിയും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ പടവും ചെയ്തുകൊണ്ട് രണ്ടുപേരുടെയും പടം ചെയ്തു. അപ്പോൾ സത്യം ഇതിൽ ശരിക്കും ഞാൻ സംഗീതമായിട്ടുള്ള ഒരു കോംബോയിൽ ഒരു പടം നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തെങ്കിൽ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഞാനും വിചാരിച്ചില്ല. അതേപോലെ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് പ്രേമലു 2. അപ്പോൾ പ്രേമലു 2-ൽ അഖില എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ സച്ചിനും മമിതയായിട്ടുള്ള പ്രേമാണോ അതോ അഖിലയും നമ്മുടെ സംഗീതമായിട്ടുള്ള കോംബോ പ്രതീക്ഷിക്കാൻ പറ്റുമോ? കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു കൺഫ്യൂഷനിലായിരുന്നു എന്ന് തോന്നുന്നു നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രണയമാണോ നമ്മൾ പ്രേമലു 2-ൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്? പ്രേമലു 2-ന്റെ കാര്യം ഒഫീഷ്യലി ഒന്നും നമുക്കും അറിയില്ല, നടക്കോ നടക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് കൂടുതൽ അല്ല, അത് സപ്പോസ് പ്രേമലു 2 വരികയാണെങ്കിൽ എന്താണ് എക്സ്പെക്ടേഷൻ? നമ്മൾക്ക് നിങ്ങളുടെ ഒരു കോംബോ കൂടെ പ്രതീക്ഷിക്കുന്ന തരത്തിലാണോ അതോ അവരുടെ കോംബോ വർക്ക്ഔട്ട് ചെയ്യുന്നതാണോ? അതിപ്പോ ഗിരീഷേട്ടനല്ലേ ഗിരീഷേട്ടനാണ് സ്ക്രിപ്റ്റ് എഴുതേണ്ടത്. അവരത് സജഷൻസ് ഒക്കെ പറയാറുണ്ടോ? ഇല്ല. ഓക്കെ, എന്തായാലും നമ്മൾ പ്രേമലു 2 എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഭയങ്കര വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. എല്ലാ ലാംഗ്വേജസിലും ഒരുപാട് സ്വീകാര്യത ലഭിച്ചതാണ് ഈ പറയുന്ന പ്രേമലുവിന്. അതിന്റെ കന്നഡ വേർഷൻ വന്നിട്ടുണ്ട്, തമിഴ് വേർഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയത് നമ്മുടെ കേരളത്തിൽ നിന്നാണോ അതോ പുറത്തു നിന്നാണോ? പേഴ്സണലി ചോദിക്കുകയാണ്. രണ്ടും രണ്ട് രീതിയിലാണ്. കാരണം ഇപ്പൊ കേരളത്തിലുള്ള ഓഡിയൻസ് റിയാക്ട് ചെയ്യുന്ന പോലെയല്ല നമുക്കിപ്പോ ഇപ്പോ ഇവിടെ ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന അവരുടെ റിയാക്ഷൻ കുറച്ച് എക്സ്ട്രീമാണ്. അവർക്ക് എല്ലാ ഫീലിങ്സും. ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ പോയാലും ഈവൻ കേരളത്തിന്റെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫാൻസ് എന്നല്ല ആരുടെ ഫാൻസ് ആയാലും, ഇപ്പം വിജയ് സാറിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൂര്യ സാറിന്റെ അല്ലെങ്കിൽ തെലുങ്കിൽ ആരുടെ ആയിക്കോട്ടെ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇങ്ങനെ മരിക്കും എന്നുള്ള ഒരു എന്തും ചെയ്യും എന്നുള്ളൊരു രീതിയിലാണ് അവര് നമ്മുടെ അടുത്ത് സ്നേഹം കാണിക്കുക. അപ്പോ ഇവിടെ നമുക്ക് ഒരുപാട് നല്ല കുറെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തിയേറ്ററിസ്റ്റിനും അതിനും ഇതിനൊക്കെ ഇപ്പൊ എല്ലാവരുടെയും സ്നേഹമൊക്കെ കണ്ടിട്ട് നമുക്ക് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഡബിൾ ആയിരുന്നു നമ്മൾ ഹൈദരാബാദ് പോയപ്പോ, നമുക്ക് തിയേറ്ററിസ്റ്റിനൊക്കെ പോയപ്പോ. നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. ഈവൻ ഡബ്ഡ് വേർഷനാണ് അവർ കാണുകയും ചെയ്യുന്നത് തെലുങ്കിലുള്ളത്. അപ്പൊ അവിടുന്നും ഇത്രയും ഭയങ്കര സ്നേഹം കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ കോമഡി ഒക്കെ നല്ല രീതിയിൽ ഹ്യൂമർ വർക്ക് ആയിട്ടുണ്ട്. അമൽ ഡേവിസ് ഒരു രസികൻ തന്നെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ. അത് എല്ലാവർക്കും ഒരു തിയേറ്ററിൽ മുഴുവൻ ആൾക്കാർക്ക് ഒരു ചിരി ഉണർത്തിയ ഒരു ഇതായിരുന്നു. ഇത് ആക്ച്വലി കൈ നിട്ടതാണോ ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്? കൈ നിട്ടതല്ല, ഇതിൽ ശരിക്കും രസികൻ നമ്മുടെ അമൽ ഡേവിസ് ആയ സംഗീത് പ്രതാപ് ആണോ അതോ ശ്യാമേട്ടനാണോ റിയൽ ലൈഫിൽ രസികൻ? രണ്ടുപേരും. കാരണം ഇവരുടെയൊക്കെ ഒരു ഇപ്പം ഇവൻ നസ്ലിനായാലും എല്ലാവരും, ഇപ്പം ഗിരീഷേട്ടനായിക്കോട്ടെ, എല്ലാവരായാലും ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാണ്. ഇപ്പം ശ്യാമേട്ടനായാലും സംഗീതേട്ടനും ആരും ആയാലും. അപ്പം ഇവരുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കാൻ ഭയങ്കര രസമാണ്. ഇവരിരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നിക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും ഇരുന്ന് ഊക്കും. അങ്ങനെ അതായത് ഭയങ്കര നൈസായിട്ട് ആൾക്കാരെ ഡീൽ ചെയ്യുക, തമാശകൾ പറയുക. ഭയങ്കര രസമാണ് ഇവരോടൊക്കെ സംസാരിക്കുക. അഖില പയ്യന്നൂരിൽ നിന്നാണല്ലോ വരുന്നത്. നമുക്ക് നെസ്ലിനും എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ സ്ലാങ് ഉണ്ട്, എല്ലാവരും പിടിക്കണം. പക്ഷെ അഖിലയുടെ സംസാരത്തിൽ അവിടെയുള്ള സ്ലാങ് വന്നിട്ടില്ല. എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ കണ്ണൂർ ഭാഷ ഇതിന്റെ ഇടയിൽ? വരാറുണ്ട് ആക്ച്വലി. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ പടം ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത് ഡബിലായിരിക്കും. കാരണം ഇടയ്ക്ക് എൻ്റെ ആദ്യത്തെ പടം പൂവനാണ്. അപ്പൊ പൂവനിൽ വെച്ച ഒരു നോർമൽ സ്ലാങ് പിടിച്ചാൽ മതി എന്നുള്ള രീതി. അപ്പം ആ സമയത്ത് എനിക്ക് പടം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് നോർമൽ സ്ലാങ് അറിയില്ല. പക്കാ നമ്മുടെ കണ്ണൂർ സ്ലാങ് അത് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ആൾക്കാരായിട്ട് മിങ്കിളായി, അങ്ങനെയാണ് നോർമലി സ്ലാങ് മാറി വന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഡബിൽ ബുദ്ധിമുട്ടിയത് മെഡിക്കൽ മിറാക്കിളിലാണ്. അതിൽ കുറച്ചധികം എൻ്റെ വോയിസ് ഓവർ ചില സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അപ്പം അതിനൊക്കെ നമ്മുടെ റൈറ്റർ സാൻഡ്രയും ഡയറക്ടർ ശ്യാമൻ ചേട്ടനായിരുന്നു ഡബിൽ. പിന്നെ ഗായത്രി എന്ന് പറഞ്ഞ ചേച്ചി.
ഇവര് നല്ല പണിയെടുത്തിട്ടുണ്ട് എന്നെ ഇരുന്ന് മര്യാദയ്ക്ക് ഡബ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സ്ലാങ്ങിന്റെ പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്. അതെ നമ്മൾ ചടപടേ, അതായത് സാധാരണ എല്ലാവരും 1x പറയണ നമ്മൾ 1.5x പറയാ. എനിക്ക് ഈ സ്പീഡ് കൂടുതലായതുകൊണ്ട് തന്നെ ചില ഡയലോഗൊക്കെ ഞാൻ അങ്ങ് സ്പീഡിൽ പറഞ്ഞു ഇട്ടിട്ടുണ്ടാവും. ഇത് ഈ ഡബിന്റെ സമയത്തൊന്ന് മര്യാദയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞ് ബലിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. നമുക്ക് പക്ഷെ ഭയങ്കര എളുപ്പമല്ലേ അല്ലേ ഒരു നമുക്ക് എളുപ്പം അത്, പക്ഷെ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവണ്ടേ. കേൾക്കുന്നവർക്കല്ലേ ഇപ്പൊ ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കണ്ണൂർ സ്ലാങ്ങിൽ ഒരൊറ്റ ആക്കി പറയാ? അത് അങ്ങനെ വെച്ചാൽ എന്നാലും എനിക്ക് നട പ്രാന്താ മിണ്ടാണ്ട് പോയിക്കോന്നല്ല നമ്മൾ പറയില്ലേ. അതാണ് കുറെ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാണ്. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഫ്ലാറ്റിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പല മലപ്പുറത്തു നിന്നുള്ള ആളുണ്ട്, അതുപോലെ തൃശ്ശൂരിൽ നിന്നുള്ള ആളുണ്ട്, കോട്ടയത്തു നിന്നുള്ള ആളുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ എല്ലാരും സംസാരിക്കുന്ന കണ്ണൂർ സ്ലാങ്ങിലായിരിക്കും. അങ്ങനെയാണ്. നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ സംസാരിച്ച് ഇപ്പൊ വിഷയമില്ലാണ്ട്. പക്ഷെ നല്ല രസമല്ലേ അല്ലേ ആ സ്ലാങ്ങില് നമ്മൾ പറയുന്നത്? നമ്മുടെ സ്ലാങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ പറയുമ്പോ എനിക്ക് തോന്നുന്നു ഭയങ്കര സീരിയസ് ആയിട്ടൊരു ചീത്ത വിളിച്ചാൽ ഒരു ചീത്തയായിട്ടൊന്നും തോന്നില്ല. പലർക്കും അത് മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മൾക്ക് ഭ്രാന്ത് വന്നിട്ട് നീ എന്നാ കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര നമ്മളിങ്ങനെ പറയില്ല എന്നാണെന്ന് അറിയില്ലേ. നമ്മുടെ ദേശത്ത് ഏറ്റവും ഭ്രാന്ത് വരുമ്പോ ചോദിക്കണ കാര്യമായിരിക്കും അത്. പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല, വെറുതെ ചോദിക്കായിരിക്കും നല്ലവർക്ക്. ഓക്കെ, ഇനി അതുപോലെ പ്രേമലുവിന് ഒരു 3 വാക്കിൽ വിശേഷിപ്പിക്കാൻ പറഞ്ഞ എന്ത് പറയും? പ്രേമലു എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് വരാൻ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്, പിന്നെ പിന്നെന്താണ്, ലവ്, ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ഇനി നെസ്ലിനെ 1 വേർഡിൽ പറയാൻ പറഞ്ഞ നെസ്ലിനെ കുറിച്ച് ക്യാരക്ടർ ആവാം. നെസ്ലിൻ ഇൻ 1 വേർഡ്. 1 വേർഡിൽ ചേത്തൊന്നും വിളിക്കരുത്. ഗുഡ് ഫ്രണ്ട് ആണ്. സംഗീത് ബെസ്റ്റ് ഫ്രണ്ട്. ശ്യാം ചേട്ടൻ ബ്രദർ. ഓക്കെ, ബേസിൽ ചേട്ടൻ. ബേസിൽ ചേട്ടനൊക്കെ ഞാൻ എങ്ങനെയാണ് സൂക്ഷ്മദർശിനിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. എനിക്ക് ഒറ്റ വാക്കിലൊക്കെ പറയാൻ പറഞ്ഞാൽ ചിരിയായിരിക്കും എനിക്ക്. ഗുഡ് സ്മൈൽ, ലാഫ്. അതെ, ഇനി നെസ്രിയ. ക്യൂട്ട്. മമിത. ലിസണർ. ഓക്കെ, മമിത ലിസണർ ആണോ? ഗുഡ് ലിസണർ. അപ്പൊ സത്യത്തില് ഈ ഫിലിമിലൊക്കെ കൂട്ടുകാരിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, മമിതേനൊക്കെ ഉപദേശിച്ച് നല്ലൊരു ഫ്രണ്ടായിട്ടിരിക്കുന്നത്. റിയൽ ലൈഫിൽ ആരാണ്? മമിതയാണോ അതോ അഖിലയാണോ? എന്ത്? അതായത് ഉപദേശിക്കുക, ഒരു പ്രേമൊക്കെ പൊട്ടുന്ന സമയത്ത് സജഷനൊക്കെ. അല്ല അങ്ങനെയല്ല, അവളൊരു ഭയങ്കര ഗുഡ് ലിസണർ ആണ്. ഇപ്പം എനിക്കൊക്കെ ഇപ്പം എന്നെയൊക്കെ കുറേ കേട്ടിരുന്നിട്ടുണ്ട്. അതുപോലെ അതായത് നമ്മൾ എന്ത് ബ്ലണ്ടർ പറഞ്ഞാലും വളരെ സമാധാനത്തിൽ ഇരുന്ന് കേട്ട് പറയേണ്ട പോലെ പറഞ്ഞില്ല. അതായത് ഇപ്പം എന്നെക്കാളും ചെറുതാണ് അവള്, പക്ഷെ എന്നെക്കാളും മെച്യൂരിറ്റി കൂടുതൽ അവൾക്കുണ്ട്. പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര മെച്ചുവേർഡായിട്ടാണ്. സത്യത്തിൽ അത് പുതിയ അറിവാണ് കേട്ടോ. മമിത ഇത്ര മെച്ചുവേർഡ് ആണെന്നൊന്നും അറിയില്ല. ഇപ്പൊ മമിതക്ക് ഒരു ട്രോളൊക്കെ വന്നിട്ടില്ലേ? ഒരു പാട്ട് ഏതായിരുന്നു ആ പാട്ട്? നാളെ അതെ, ആ പാട്ടിൽ വലിയ ട്രോള് വന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്തിരുന്നോ, വിളിച്ചിരുന്നോ? യഥാർത്ഥത്തിൽ എന്തായിരുന്നു മമിതയുടെ വികാരം ആ സമയത്ത്? വിഷമായിരുന്നോ അതോ ഈസി ആയിട്ട് എടുത്തോ? അല്ല, അതൊക്കെ നമ്മൾ സംസാരിക്കേണ്ട. ചിലപ്പോ അല്ല, ഞാൻ സത്യം പറഞ്ഞ ആ സമയത്ത് വിളിച്ചിട്ടില്ല. പിന്നെ എന്താണ് ഫീലിങ്സ് എന്നൊക്കെ ചോദിച്ച് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വിളിയൊക്കെ ഭയങ്കര കുറവാ. പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ പഴയ സ്നേഹവും. അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ? നിങ്ങൾ 4 പേരും ഇരിക്കുമ്പോ എന്തായിരുന്നു? സാധാരണ ഫ്രണ്ട്സ് ഒക്കെ കൂടി ഇരിക്കുമ്പോ ആക്കുമല്ലോ, നിന്റെ ഇത് നല്ല ട്രോളായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ബദ്ലേമിന്റെ ഷൂട്ടിന്റെ സമയത്ത് എന്തോ ആണെന്ന് തോന്നുന്നു ഈ ഇത് ഇറങ്ങിയെന്ന്. എനിക്ക് അവിടുന്ന് സംഗീതേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ. സംഗീതേട്ടൻ പിന്നെ അറിയാലോ, ഊക്കിന്റെ ആശാന. അവരൊക്കെ ഇരുന്ന് ഇങ്ങനെ തമാശ പറയായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു യോഗാണല്ലേ, ഞാൻ അതാ പറയുന്നത്. നല്ലൊരു പാട്ട് പാടുക, അത് ഇത്ര വൈറലാകുക. ഓക്കെ, ഇനി നമ്മുടെ ഈ സൂക്ഷ്മദർശിനിയിൽ നെസ്രിയായിട്ടുള്ള അല്ലെ വലിയൊരു നല്ലൊരു റോളായിരുന്നു. അവിടെയും ഈ പറയുന്ന നല്ല ഫ്രണ്ടാണ്, ഒരു ഉപദേശിയാണ്. എങ്ങനെയായിരുന്നു നെസ്രിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ? ഭയങ്കര രസമായിരുന്നു അത്. ആക്ച്വലി ഞാൻ ആ പടത്തിൽ, അതായത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് അവരുടെയൊക്കെ. അതായത് ഇപ്പോൾ ബേസിലേട്ടനായാലും നച്ചു ആയാലും എല്ലാവരുടെ കൂടെ ഇരുന്ന് അഭിനയിക്കുക, അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നുള്ളത് അത് നല്ല റോളല്ലേ? ആയിരുന്നു. നമ്മളെ ഈ നച്ചു ഈ പറയുന്ന പോലെ എന്താ പറയാ, നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തുള്ളിച്ചാടി സെയിം അത് തന്നെയാണ് പുള്ളിക്കാരത്തിന്റെ ക്യാരക്ടർ. നമ്മൾ ഓം ശാന്തി ഓശാൻ എങ്ങനെയാണോ സെയിം ആണ് പുള്ളിക്കാരൻ. പുള്ളി ജീവിച്ചു, പുള്ളിക്കാരത്ത് ജീവിച്ചു എന്ന് പറയാം അതില്. അത് സെയിം അതുപോലെ തന്നെയാണ്. ഇങ്ങനെ ഭയങ്കര എനർജിയാണ്. കുട്ടി മെച്ചുവേർഡ് ആയോ? പലരും ഇപ്പൊ നെസ്രിയെ ക്യൂട്ട്നെസ് ഇടുക, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നെസ്രി ആദ്യം തൊട്ടേ അങ്ങനെയല്ലേ, അതിനൊരു ചേഞ്ച് വന്നിട്ടില്ല. ചേഞ്ച് വരേണ്ട കാര്യമില്ലല്ലോ, അത് നല്ല രസമാണ്. അങ്ങനെ അതായത്
മെച്ചോർഡ് ആവേണ്ട സമയത്ത് മെച്ചോർഡ് ആയാൽ മതിയല്ലോ. ഈ നസ്രിയും ബേസിൽ ചേട്ടനും തമ്മിൽ അടികൾ ശരിക്കും സെറ്റിൽ ഉണ്ടാവാറുണ്ടോ? നമ്മൾ ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ആ ഇന്റർവ്യൂല് കണ്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവര് രണ്ടും കണ്ടു കഴിഞ്ഞാൽ മറ്റേ നല്ല രീതിയിലാണ്, മോശം രീതിയിലല്ല. മനസ്സിലായി. ഭയങ്കര ഇങ്ങനെ കുസൃതി ഒപ്പിക്കാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടിയായിരുന്നു. ഈ ബേസിലേട്ടന്റെ ചിരി നിർത്താൻ നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടിയിട്ടുണ്ടോ സെറ്റിൽ വെച്ചിട്ട്? തുടങ്ങി അത് നല്ല രസമല്ലേ കേൾക്കാൻ? നല്ല രസം. അതാ പറഞ്ഞ ഇടയ്ക്ക് എന്റെ ചിരി അതിനേക്കാൾ അലമ്പാണ്. അല്ല അത് അലമ്പെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ ഈ പൊട്ടിച്ചിരിക്കാൻ ഇന്റർവ്യൂ തുടങ്ങിയത്. എങ്ങനെയെങ്കിലും ഇതിന്റെ ക്ലിപ്സ് എങ്കിലും ബേസിലേട്ടനെ കാണിക്കണം. ബേസിലേട്ടന്റെ ചിരി അല്ല അങ്ങനെയല്ല, എനിക്ക് രസമായിട്ട് ചിരി ഭയങ്കര നല്ല ഇഷ്ടാ. രസാ, നല്ല രസാ. അത് കേൾക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നുമല്ലോ. സത്യം നിർത്തില്ലല്ലോ. അതാണ്. അതുപോലെ ഞാനും ഏറെക്കുറെ അങ്ങനെയൊക്കെ ചിരിക്കുന്ന ആളാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ മെഡിക്കൽ മിറാക്കിളിനോട് ബന്ധപ്പെട്ടൊന്ന് ചോദിക്കാം. ഒരു അത്ഭുത മരുന്ന് സൃഷ്ടിക്കാൻ കഴിവ് നൽകുകയാണെങ്കിൽ എന്ത് സൃഷ്ടിക്കും? അത്ഭുതമായിരുന്നോ? ഒരു മെഡിക്കൽ മിറാക്കിൾ സംഭവിക്കാൻ ഒരു ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ. എനിക്ക് അങ്ങനെ വെച്ചാൽ അറിയില്ല കേട്ടോ. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഇപ്പൊ സൂപ്പർ പവർ കിട്ടിയെന്ന് പറഞ്ഞാൽ ചെവി അധികം കേൾക്കും, അതുപോലെ എന്തെങ്കിലും ഒരു കഴിവ്. എന്തെങ്കിലും സൂപ്പർ പവർ? അതെ, അതാണല്ലോ മെഡിക്കൽ മിറാക്കിളിന് ഉപയോഗിക്കാൻ പറ്റുന്ന. അത് എന്ത് സൂപ്പർ പവറാണ്? എന്തും ഉണ്ടാക്കാം മരുന്നുകൊണ്ട്. ഞാനൊക്കെ മുന്നേ കണ്ടുവച്ചിട്ടുണ്ട്, അതൊന്നും മാറ്റമില്ല. ഞാൻ അദൃശ്യനാവും, എനിക്ക് എല്ലാവരുടെയും സൂപ്പർ പവർ. അതെ, മെഡിക്കൽ അങ്ങനെ മരുന്ന് കഴിച്ച് പോവുക, എന്നെ കാണാണ്ടാവുക, അവിടെ എത്തുക, അവര് പറയുന്നത് എന്താ പറ്റും അവിടെ അകത്തും കയറിയിട്ട് അവരെന്താ ചിന്തിക്കുന്നതെന്ന് പറയാം. അങ്ങനെയുള്ള മരുന്നുണ്ട്. അതെ അതെ, അങ്ങനെയാണ് ഞാൻ കണ്ടുപിടിക്കുക. നമുക്ക് അതായത് ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിൽ അതിന് ക്യൂർ ആക്കാൻ വേണ്ടിട്ട് ഒരു മരുന്ന് കണ്ടുപിടിക്കാം. അതല്ലേ നല്ല ആവശ്യം. എന്നിട്ട് അത് ഫ്രീ ആയിട്ട് സെല് ചെയ്യാം. ഹായ്, എന്ത് നല്ല കുട്ടി. കുട്ടി ഭയങ്കര നന്മയുള്ള കുട്ടിയാണ്. പക്ഷെ ഞാൻ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. ക്യാൻസർ എന്നൊക്കെ പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കീമോതെറാപ്പി എടുക്കണം, അല്ലെങ്കിൽ റേഡിയേഷൻ ഒക്കെ ചെയ്യണം. അല്ലാണ്ട് ഒറ്റൊരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മാറും എന്നുള്ളൊരു സാധനം, അങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു സൂപ്പർ പവർ ഇട്ടിട്ട്. നല്ല കുട്ടി. കാരണം വെറുതെ അല്ല കേട്ടോ ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിക്കണം, ആൾക്കാർക്ക് ഉപകാരമുള്ള പോലെ. അല്ലാതെ ഇപ്പൊ കണ്ടില്ലേ, എനിക്കൊക്കെ ഇതൊക്കെ കേട്ടിക്കഴിഞ്ഞു. ഇതാണ് എനിക്കൊന്നും തരാത്തത്, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മുടെ ഹസ്ബൻഡ് പി രാഹുൽ പിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രേമലുവില് ഗസ്റ്റ് റോളിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെയും രാഹുലേട്ടൻ വേറെ അനുരാഗ് അതെ, ഫസ്റ്റത്തെ നമ്മുടെ ഷോർട്ട് ഫിലിമില് അനുരാഗ് എഞ്ചിനീയറിംഗ് വേഴ്സിലുണ്ടായിരുന്നു. ഇതെങ്ങനെയാ കോൺട്രാക്ട് ബേസിസിലാണ്? ഇതിനെ തുടർന്നുള്ളതിലും ഗസ്റ്റ് റോളിൽ വരുമോ? അല്ല, അതെന്താന്ന് വെച്ചാ പുള്ളി എന്റെ എല്ലാ ഷൂട്ടിന്റെ സമയത്ത് എന്റെ കൂടെ വരുമായിരുന്നു ആദ്യത്തെ കുറെ നാൾ. പിന്നെ അത് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ലൊക്കേഷൻ ഒന്നും. ഇപ്പൊ അനുരാഗാല ഞാൻ ആദ്യം ചെയ്യുന്ന എന്റെ ഷോർട്ട് ഫിലിമാണ്. പ്രേമലു അതൊക്കെ എത്തുമ്പോഴത്തേക്ക് പിന്നെയും കുറച്ചൊരു പ്രേമലു ഹൈദരാബാദ് ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ ദൂരെ ആയതുകൊണ്ട് കൂടെ ഒരാള് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വന്ന സമയത്ത് പിടിച്ച അനുരാഗൊക്കെ അങ്ങനെയായിരുന്നു, സെറ്റിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങ് അഭിനയിപ്പിച്ചു. പിന്നെ പ്രേമലുവിൽ പിന്നെ ഗിരീഷേട്ടൻ എന്താ ചോദിച്ചു, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ഇവളുടെ, എൻ്റെ പേരായിട്ടുള്ള ക്യാരക്ടറാണ്, അത് ചെയ്യുന്നത് വെച്ചപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമല്ലേ. എന്തായാലും പുള്ളിക്ക് അഭിനയിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പാട്ട് പാടും. ഇപ്പോൾ ഓണാണല്ലോ, ഓണത്തിന് ഈ ഫിലിമിൽ വന്നതിന് ശേഷമുള്ള ഓണം അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു അഖിലയുണ്ട്. അപ്പോൾ അത് എന്താ ഡിഫറൻസ്, എന്താ രണ്ട് ഓണവും തമ്മിൽ? അങ്ങനെ ഡിഫറൻസ് ഇല്ല. കാരണം ഞാൻ എപ്പോഴും ഓണത്തിന്റെ സമയത്ത് വീട്ടിൽ പോകും. സെറ്റിലുണ്ടാവില്ല. സെറ്റിലുള്ള ഓണം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് നവറാച്ചന്റെ ഷോ ഇല്ല, സെറ്റിൽ ഓണം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിൽ പോകും എപ്പോഴും. ഓണത്തിനും വിഷു ഉണ്ടാവാറില്ല മിക്കപ്പോഴും, ഷൂട്ടൊക്കെ ആയിട്ടായിരിക്കും. ഓണത്തിന് എങ്ങനെ വന്നാലും ഞങ്ങൾ പോകും. കാരണം എനിക്ക് തോന്നുന്നു ഇവൻ പ്രേമലുവിന്റെ ഷൂട്ട് കഴിയുന്നത് 2023 അപ്പം ആ ഓഗസ്റ്റ് 28 ഓണം, അന്നത്തെ ഓണം. 26 ഷൂട്ട് നമ്മുടെ കഴിയുന്നത്. എന്നിട്ട് കറക്റ്റ് ഞങ്ങൾ ഓണത്തിന്റെ അന്ന് രാവിലെ ഞങ്ങൾ എത്തി ഹൈദരാബാദിൽ നിന്ന്. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും, ഞാൻ എങ്ങനെയായാലും വീട്ടിലോട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഓണത്തിന് എല്ലാവരും വന്ന് കൂടുക. ഇപ്പം നമ്മളെ ഞാനായാലും ഇപ്പം എൻ്റെ ഏട്ടനായാലൊക്കെ, ഏട്ടൻ ബാംഗ്ലൂരാണ്, ഞാൻ ഇവിടെ കൊച്ചിയിലാണ്. അപ്പം ഈ ഒരു സമയത്ത് എല്ലാവരും ഒന്നിച്ചു കൂടുള്ളൂ. അതെ, അത് മിസ് ചെയ്യാറില്ല. പോരാതെ നമ്മുടെ ഈ കണ്ണൂർ മലബാറിലെ ഓണം ഭയങ്കര വൈബാണല്ലോ അല്ലെ. സദ്യയിൽ പോലും ഡിഫറൻസ് ഉണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഓണം സദ്യയിൽ എന്തൊക്കെ ഉണ്ടാവും മലബാറിലെ, കണ്ണൂരിലെ ഓണം സദ്യയിൽ പറയും? ഓഫ് കോഴ്സ് ചിക്കൻ കറി, ഫസ്റ്റ് ഇല വയ്ക്കുന്നു, ചിക്കൻ കറി, മീൻ വറുത്തത്. അതെന്തായാലും അന്ന്, അതായത് സാധാരണ ദിവസങ്ങളിലൊക്കെ നമ്മൾ വല്ല മത്തിയോ അയിലോ അങ്ങനെയൊക്കെ മേടിക്കുമായിരിക്കും. പക്ഷെ ഓണത്തിന്റെ അന്ന് വല്ല ആവോലി, അയക്കൂറ അങ്ങനെയുള്ള വലിയ വലിയ മീനായിരിക്കും മേടിക്കുക. അയക്കൂറ എന്ന് വെച്ചാൽ നെയ്മീൻ. അതാണോ? എനിക്ക് അതെ, ഇവിടെ നെയ്മീൻ, അവിടെ അയക്കൂറ ആണോ? പറയും. ഓണം സദ്യയിൽ എന്തൊക്കെ ഉണ്ടാവും ബേസിക്കലി?
എല്ലാം ഉണ്ടാവും അല്ല എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാവുക? ഫസ്റ്റ് ഇല വിരിച്ചു, അതിനുശേഷം അച്ചാറ്, ഉപ്പേരി, ഉപ്പേരി മീൻസ് വറവ്, അവിയല്, കൂട്ടുകറി, പച്ചടി, ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടാക്കാറുള്ളൂ. സാമ്പാർ, പിന്നെ പായസം, മെയിനായിട്ട് ഇപ്പൊ പറഞ്ഞ ചിക്കൻ, മീൻ. അതില്ലാണ്ടൊരു ഓണം, ചോറ്. ചോറ് അതില്ലാണ്ടൊരു ഓണം ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. ബാക്കി എല്ലാവരും ഈ ഓണത്തിന് ചിക്കനും മീനൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ഓണത്തിന് ആരെങ്കിലും ചിക്കൻ വെക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കതില്ലാണ്ട് പറ്റില്ലല്ലോ. അഖിലേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും, ഓഫ് കോഴ്സ് അല്ലേ? കല്യാണം കഴിഞ്ഞുകൊണ്ട് നന്നായിട്ട് എല്ലാം ഉണ്ടാക്കാൻ അറിയാം. നന്നായിട്ടെന്നല്ല, തിന്നാൻ വേണ്ടിട്ട് ഉണ്ടാക്കും. പായസം ഒക്കെ ഉണ്ടാക്കാൻ അറിയാം? ഇല്ല, പായസം ഉണ്ടാക്കാൻ അറിയില്ല. നല്ലൊരു പായസം. ഹോസ്റ്റലില് ഞങ്ങള് ഓണപ്പരിപാടിക്ക് ഉണ്ടാക്കിയിട്ട് ചീറ്റിപ്പോയി. ഒന്ന് പറയൂ, ഒരു പായസം എങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത്? ജസ്റ്റ് ഒന്ന് അറിയാൻ. അതെ, അഖില എങ്ങനെയായിരിക്കും പായസം ഉണ്ടാക്കുക? നമുക്ക് ഊഹാപോഹം. ഇപ്പൊ നമുക്ക് മറ്റേ കിറ്റൊക്കെ കിട്ടുമല്ലോ, അതിട്ട് കലക്കിയാൽ മതിയല്ലോ പാലില്. കിറ്റില്ല, കിറ്റ് എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് പായസം ഉണ്ടാക്കാവേ. പായസം ഉണ്ടാക്കാം. എന്തൊക്കെ വേണമെന്നൊന്ന് ജസ്റ്റ് ഒന്ന്. പാലെടുത്തു നമുക്ക് എല്ലാം കഴിക്കും. എന്തൊക്കെയാ, ഞാൻ പായസം ഒന്നും കുടിക്കാത്ത ആളാ. പാല്, പിന്നെ പഞ്ചസാര. എന്ത് പായസാണ്? പാൽപ്പായസം. പാൽപ്പായസത്തിൽ എന്തെങ്കിലും ഇടണ്ടേ? സേമിയ. നമുക്ക് പാലട മതി, പാലട മതി. അതെളുപ്പം. തുടങ്ങിക്കോ, ഞാൻ ഗ്യാസ് ഒക്കെ കത്തിച്ചു തരാം. അല്ല, എനിക്ക് പായസം കുടിക്കാത്തോണ്ട് പാലട എങ്ങനെ ഉണ്ടാവുക? പാലട എന്ന് വെച്ചാൽ ഇങ്ങനെ സ്ക്വയർ നമ്മൾ കല്യാണത്തിന് പോയ പോഷ് ആയിട്ടുള്ള കല്യാണത്തിനൊക്കെ കിട്ടുന്ന പായസം ഉണ്ടാവില്ലേ നാട്ടില്? നോർമൽ കല്യാണത്തിന് പോയ സേമിയ. കളർ പറയോ, വെള്ളയാണോ ബ്രൗൺ ആണോ? എല്ലാ പായസത്തിനും ഒരു വെള്ള, ഇതിനൊരു റോസ് ഗോൾഡ് കളറാണ് വരാറ്. വേണമെങ്കിൽ ക്രീം കളറിലും ഇറങ്ങും, ഈ സാരിയുടെ കളറിലൊക്കെ വരും. കുടിച്ചിട്ടില്ല. റോസ് ഗോൾഡ് അങ്ങനെയൊക്കെ അല്ലേ? പാല്, പഞ്ചസാര, പിന്നെ ആ സ്ക്വയർ സാധനം. പാലും പഞ്ചസാര ഇടരുത്. ഞാൻ ഈ ഗ്യാസ് ഉണ്ടാക്കണം. നമുക്ക് പാല് തിളപ്പിക്കാം, പാല് അടുക്കി പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ പഞ്ചസാര ഇടാം. അതെ, എന്നിട്ട് അതും ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ മറ്റേ സാധനം അടയോ, പാലട. അത് മറ്റേ എന്തോ ചെയ്യണ്ടേ, എങ്ങനെയോ അധികം തിളപ്പിക്കാതെയോ എന്തോ അങ്ങനെ മറ്റേ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ സാധനം അതിലേക്ക് ഇടുക, എന്നിട്ട് വീണ്ടും തിളക്കണോ? തിളക്കണ്ട. തിളപ്പിക്കാം. എന്നിട്ട് മറ്റേ അണ്ടിപ്പരിപ്പും മുന്തിരിയും മറ്റേ ഇതില് നെയ്യില് വറുത്തിട്ട് ഒഴിക്കാം പായസത്തിലേക്ക്. മിൽക്ക് മെയ്ഡ് ഒഴിക്കണ്ടേ? വേണമെങ്കിൽ ഒഴിക്കാം. പായസം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇത്ര സിമ്പിൾ. വാവ്, സിമ്പിൾ പായസമായി. എനിക്ക് പായസം ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ സമ്മതിച്ചിരുന്നു. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് പറയാൻ അറിയാത്തോണ്ട് ഞാൻ ഇങ്ങനെ ഒപ്പിച്ചു. എന്തായാലും ഇതുപോലെ ഒരിക്കലും ഞാൻ വരുന്നുണ്ട് കേട്ടോ ഫ്ലാറ്റിലേക്ക്. എനിക്ക് പായസം ഉണ്ടാക്കി തരാം. ഞാൻ ഉണ്ടാക്കൂലല്ലോ. എന്നാൽ നമുക്കൊരു അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം. ദിസ് ഓർ ദാറ്റ്. ഞാൻ മൂവി നെയിം പറയും, അതിൽ ഏതാണ് ഫേവറേറ്റ് എന്ന് പറയാൻ കേട്ടോ. നരസിംഹം ഓർ രാവണപ്രഭു? രാവണപ്രഭു. ഓക്കെ. രാവണപ്രഭു ഓർ പോക്കിരി രാജ? രാവണപ്രഭു. രാവണപ്രഭു ഓർ ഇൻ ഹരിഹർ നഗർ? രാവണപ്രഭു. രാവണപ്രഭു ഓർ കല്യാണരാമൻ? കല്യാണരാമൻ. കല്യാണരാമൻ ഓർ മണിച്ചിത്രത്താഴ്? മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് ഓർ ആട്? മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് ഓർ രോമാഞ്ചം? മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് ഓർ തട്ടത്തിൻ മറയത്ത്? മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് ഓർ ഹൃദയം? മണിച്ചിത്രത്താഴ്. റിയാക്ഷൻ. മണിച്ചിത്രത്താഴ് ഓർ പ്രേമലു? പ്രേമലു ആയിരിക്കും മേ ബി. പ്രേമലു ഓർ സൂക്ഷ്മദർശിനി? പ്രേമലു. പ്രേമലു ഓർ മെഡിക്കൽ മിറാക്കിൾ? മെഡിക്കൽ മിറാക്കിൾ. എല്ലാം രണ്ടും അഖിലയുടെ പടമാണ്. അപ്പൊ അതിൽ ഏതിലാണ് നിൽക്കണേ? അപ്പൊ നമുക്ക് മെഡിക്കൽ മിറാക്കിളിന് അത്രയൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? അത് വലിയ പടമൊന്നും അല്ല, കുഞ്ഞു പടമാണ്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഇതിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതൊരു സൗണ്ടിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടമാണ്. ഒന്നാമത് പുള്ളിക്ക് ഹിയറിംഗ് ഇതാണല്ലോ, സൂപ്പർ ഹിയറിംഗ് ആണല്ലോ. അപ്പോൾ കുറെ സൗണ്ടിന്റെ കുറെ നല്ല പരിപാടികൾ ഇതിലുണ്ടാവും. അപ്പം തിയേറ്ററിൽ തന്നെ പോയിട്ട് ആ സൗണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഓഫ് കോഴ്സ് ഷർഫൂഖ് ഉണ്ട്, നല്ലൊരു കാസ്റ്റ് ഉണ്ട്. ഇതൊക്കെ പിന്നെ ഒന്നാമത് പിന്നെ എനിക്ക് ഇത്രയും ഫേവറേറ്റ് ആവാൻ കാരണം ഞാൻ ലീഡ് റോളിൽ അഭിനയിക്കുന്നതാണ് ഓഫ് കോഴ്സ്. ആദ്യമായിട്ട് ലീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ദിസ് ഓർ ദാറ്റിലെ ഫിലിമിന്റെ ചോദിച്ചല്ലോ, അതേപോലെ ഞാൻ ചോദിക്കുകയാണ്, ശ്യാമേട്ടൻ ഓർ സംഗീത് പ്രതാപ്? രണ്ടുപേരും. അല്ല, നമുക്ക് ഒരാൾ അല്ല, കുഴപ്പമില്ല, വെറുതെ ഫണ്ണായിട്ട് എടുത്താൽ മതി കേട്ടോ, ഒന്നും എടുക്കണ്ട. സംഗീതേട്ടൻ.
ഇനി സംഗീത ഓർ നെസ്ലിൻ? സംഗീതേട്ടൻ. സംഗീത ഓർ ബേസിൽ? സംഗീതേട്ടൻ. ഓക്കെ. സംഗീത ഓർ പൃഥ്വിരാജ്? സംഗീതേട്ടൻ. ഓ ഓക്കെ. എങ്ങനെയും പറയാട്ടോ ആൻസർ. ഇനിയിപ്പോ എന്തുവാണ് സംഗീത ഓർ കുഞ്ചാക്കോ ഓവർ? സംഗീതേട്ടൻ. ഫഹദ് ഓർ സംഗീത്? ഇത് എന്തിന്റെ ബേസിലാ ചോദിക്കുന്നത്? ചുമ്മാ ആരോടാണ് കൂടുതൽ ആസ് ആൻ ആക്ടർ ഇഷ്ടം? എങ്ങനെയും പറയാം നമുക്ക്. സംഗീതേട്ടൻ. ഓക്കെ. ലാസ്റ്റ് സംഗീതേട്ടൻ ഓർ ലാലേട്ടൻ? ആക്ടിങ്ങിന്റെ ബേസിലാണ് എന്നോട് ചോദിക്കുന്നത്. എങ്ങനെയും പറയാം ആക്ടിങ്ങിന്റെ ബേസിൽ. ഞാൻ ഈ ഇത്രയും ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഈ പറഞ്ഞ ബാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയൊന്നും എനിക്ക് നേരിട്ട് പരിചയമില്ല. അപ്പൊ അങ്ങനെ അപ്പൊ ആക്ടിങ്ങിന്റെ ബേസിലാണെങ്കിൽ ശ്യാം ഓർ സംഗീത് എന്ന് വെച്ചാൽ എന്ത് പറയും? ടഫാണിത്. ഇത് പ്രശ്നം ഉണ്ടാക്കല്ലേ? വേറെ ക്വസ്റ്റ്യൻ. അതാണ് ഞാൻ ചോദിച്ചത്. സംഗീതേട്ടൻ ഓർ ലാലേട്ടൻ? അപ്പൊ ഞാൻ ലാലേട്ടൻ ചൂസ് ചെയ്യും. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, അതിന് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു ടാസ്ക് ആണ്. ഓക്കെ. ടാസ്ക് ചെയ്യണോ? കുഞ്ഞു കാര്യം പറയത്തുള്ളൂ. ഓക്കെ. പാട്ട് നമ്മുടെ പറയല്ലേ? അയ്യേ എന്താ പാട്ട് പാടാനൊന്നും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പെടാനറിയില്ല. അതായത് നിങ്ങളൊരു കാറിൽ പോകുന്നൊരു സീനുണ്ട് നമ്മുടെ പ്രേമലുവിൽ. എവിടുന്ന് തിരിച്ചു വരുമ്പം, നിങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ നെസ്ലിൻ ഇട്ടതും സംഗീത് ഇട്ടും ഷർട്ടിന്റെ കളർ ഒന്ന് പറയാൻ പറ്റുമോ? നസ്ലിന് ഒരു ബ്ലൂല് വൈറ്റ് ലൈൻ അല്ലേ? സംഗീതേട്ടൻ ഫേവറേറ്റ് ആണ് സംഗീത്. ഇട്ട ബ്രൗൺ ആണോ? അല്ലേ പറഞ്ഞ അതെ ബ്രൗൺ. എന്നാ അല്ല, ഞാൻ കാണിച്ചു തരും. വൈറ്റ് ഇതാണ്. ഇതെന്ത് എടുത്തു വെച്ചെന്ന് നെസ്ലിന്റെ കറക്റ്റാ, ബ്ലൂവില് വൈറ്റ്. ആൻഡ് സംഗീതന്റെ വന്നിട്ട് എനിക്ക് തോന്നുന്നു മാവ് കളർ, അങ്ങനത്തെ എന്തോ ഒരു കളറാണ്. ഇത് എങ്ങനെയാണെന്നറിയോ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചത്? ഇത് നമ്മൾ എടുത്തതല്ല, നിങ്ങളെ സേഫ് ആക്കി വെക്കാൻ വേണ്ടി ശ്യാമേട്ടൻ അന്ന് ആധാർ കാർഡിലൊക്കെ സൈഡും ഫ്രണ്ടും തിരിഞ്ഞ് പിക്ക് എടുക്കുന്ന പോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സീൻ ഭയങ്കര കോമഡി ആയിരുന്നു, ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു. എന്തായാലും ഞാൻ വേറെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് നോർമൽ പണ്ടത്തെ ചളി കുസൃതി ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ, നമ്മളെ പിള്ളേരൊക്കെ ഇരുന്ന് ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്, അതുപോലത്തെ കുറച്ച് ഞാൻ ബുദ്ധിപരമായി കണ്ടെത്തിയ കുറച്ച് ചോദ്യങ്ങൾ. എല്ലാവർക്കും അറിയുന്ന ഉത്തരാണ് കേട്ടോ. അതൊന്ന് പറയണം. വിശപ്പുള്ള രാജ്യം ഏതാ? ഹംഗറിയാണ്. കറക്റ്റ്. കണ്ടോ എന്ത് ഈസിയാ. ഇനി വെള്ളത്തിൽ അലിയുന്ന പൂ? വെള്ളത്തിൽ അലിയുന്ന പൂവോ? ക്ലൂ തരാം. എല്ലാ ദിവസം കുളിക്കാറുണ്ടോ? ഇല്ല. ഷാംപൂ. കുളിക്കാത്തോണ്ട് മറന്നുപോയി കൊച്ചു കള്ളി. കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടാത്ത ജാം? ക്ലൂ ഉണ്ടോ? അതല്ല, അവിടെ ജാമൊന്നും നോക്കിയിട്ടിട്ടില്ല, ഞാൻ ആലോചിക്കുകയാണ്. നമ്മൾ ഡെയിലി ഫേസ് ചെയ്യുന്ന സാധനം. ട്രാഫിക് ജാം. കണ്ടോ എന്ത് ഈസിയാ. എനിക്കേ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ. ഇനി ക്യാരറ്റ് മാത്രം വാങ്ങാൻ കിട്ടുന്ന കട? മൂന്നാറങ്ങാനാണോ? അതെന്താ ക്യാരറ്റ് മാത്രം വാങ്ങാം? മറ്റേ ജ്വല്ലറി. കണ്ടോ എന്റെ ലെവലാണ്, എല്ലാം അറിയണ്ട്. ഇനി ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം? ക്യൂ. അല്ല ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ ബുക്കിലൊക്കെ? ഇങ്ങനത്തെ ഇന്റർവ്യൂ ഒക്കെ കാണുന്നുണ്ടല്ലോ. ഞാൻ പൊതുവെ ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഞാൻ പിന്നെ ഇന്ന് വെറുതെ ഇറക്കിയതാ. 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. അതിലെ ഒരു ബക്കറ്റിൽ ദ്വാരമുണ്ട്, എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോണില്ല. കാരണം എന്താ? അടച്ചു പിടിച്ചിട്ടുണ്ടോ? അല്ല, എന്റെ ലെവലെന്ന് ചിന്തിക്കുക. ഇതിലും താഴെ പോവാൻ. ഇതിലും താഴെ പോവാന്നോ? 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്, അതില് ഒരു ബക്കറ്റിൽ ദ്വാരമുണ്ട്. വെള്ളമുണ്ടല്ലേ ബക്കറ്റിലുള്ളത്. എങ്ങനെ പോവാണ്? നന്നായി. ഇനി കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വള ഏതാ? വളോ? കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ വളം. ഇത് ഭയങ്കര എൻ്റെ ലെവലാട്ടോ, അതിലും താഴെ. അറിയില്ല. കോവളം. കണ്ടില്ലേ ബുദ്ധി എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? പറ. ഇത് എവിടെന്നാ കിട്ടുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എൻ്റെതായ ലെവലിൽ ഇങ്ങനെ ചിന്തിച്ചു, കുറച്ച് ബുദ്ധിപരമായി. അഖിലയാണ് വരുന്നത്, അഖിലയ്ക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ട്. അപ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് കുറഞ്ഞൊന്നും ചോദിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ അതിനപ്പുറത്തോട്ട് ചിന്തിക്കാനും കഴിയില്ല. പിന്നെ ഇനി അവറാച്ചൻ ആൻഡ് സൺസിൻ്റെ പറഞ്ഞിട്ടില്ല, അത് എപ്പോഴാണ് റിലീസ്? എപ്പോഴാണ്? അതും സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ആയിട്ടുണ്ടാവും. മിക്ക രണ്ടും ഒരുമിച്ചാവാൻ. അത് ലീഡ് റോൾ അല്ലല്ലോ? അല്ലല്ല, ക്യാരക്ടർ. അതില് ബിജു ചേട്ടനുണ്ട്, വലിയ കാസ്റ്റ് ഉണ്ട് അതില്. ബിജു ചേട്ടനുണ്ട്, ശ്രീനാഥ് ബാസി ഉണ്ട്, ഗണപതി, പിന്നെ ക്രേസ് ആന്റണി, വിനയ് ഫോർട്ട്,
പിന്നെ പാർവതി അഭിനയിക്കുന്നു, നമ്മുടെ പാർവതി ബാബു. ഓക്കെ. നമ്മുടെ ഓക്കെ. പാർവതി അഭിനയിക്കുന്നുണ്ട്. അപ്പൊ ചോദിക്കാതിരിക്കാൻ പറ്റില്ല, മുത്തശ്ശി വെബ് സീരീസ് അല്ലേ, ഒരുപാട് ഹിറ്റായ, ഒരുപാട് ആൾക്കാരിലോട്ട് എത്തിയ ഒരു വെബ് സീരീസ് ആണ്. അതിന്റെ ഒരു വിശേഷം എന്തായിരുന്നു, പറയൂ അതിനെ പറ്റി. മുത്തശ്ശി എനിക്ക് ഇപ്പം മെഡിക്കൽ മിറാക്കിളിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശിയുടെ എന്നെ ഡയറക്ടർ നന്ദു വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു 1 വീക്ക് എനിക്ക് ടൈം ഉണ്ടായിരുന്നു ഡിസിഷൻ എടുക്കാൻ. ഞാൻ ലാസ്റ്റാണ് ഞാൻ അതിലോട്ട് എന്നെ കാസ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കൊരു ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കാൻ, സ്ക്രിപ്റ്റ് വായിച്ച് ഡിസിഷൻ എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മനസ്സിലാവില്ല സത്യം പറഞ്ഞാൽ. നല്ലതാണോ മോശമാണോ മനസ്സിലാവും. പിന്നെ എനിക്ക് ചെയ്യാൻ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നോക്കും. പിന്നെ അപ്പം ഞാൻ ഇത് എൻ്റെ ഏട്ടനെ കൊണ്ട് വായിപ്പിച്ചു, PPനെ കൊണ്ട് വായിപ്പിച്ചു, പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് വായിപ്പിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കരിയർ ഗ്രോത്തിന് അത് നല്ലതായിരിക്കും ചെയ്തു കഴിഞ്ഞാൽ. ആക്ട്രസ് ആയതിനു ശേഷം നാട്ടിൽ പോകുന്ന സമയത്ത് ഓണത്തിനൊക്കെ നമ്മുടെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇപ്പം കൂടുതൽ തിരിച്ചറിയുമല്ലോ, എങ്ങനെയാണ് എല്ലാവരുടെയും ഒരു സ്വീകരണം? കുറേ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഒന്നാമത്തെ കാര്യം. ഇപ്പം മനസ്സിലായാൽ തന്നെ എല്ലാവരും പറയുന്നത് ഒന്നിക്ക് മറ്റേ അനുരാഗിലെ ഷോർട്ടില്ലേ, അല്ലെങ്കിൽ പ്രേമലൂല കാർത്തികയല്ലേ, ഇത് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും വരിക. അപ്പം അങ്ങനെ തിരിച്ചറിയുന്നതും കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ വന്നിട്ട് സംസാരിക്കുക. കൂടുതലും പിള്ളേരാ വരിക കണ്ടു കഴിഞ്ഞാൽ. അവരാണ് ഈ പ്രേമലുവിന്റെ ഭയങ്കര ഫാൻസ് അവരാണ്. പിള്ളേരായിരിക്കും വരിക. അങ്ങനെ എന്തായാലും ഇപ്പം നായികയായിട്ട് വരുന്നത് കൊണ്ട് ഒരുപാട് അവസരം കിട്ടും, ഒരുപാട് പേര് ഇനിയും കൂടുതൽ തിരിച്ചറിയും. ഇനി ഫോട്ടോ ഇനി അവിടെ പബ്ലിക്കായിട്ടൊന്നും ചിലപ്പോൾ പോകാൻ പറ്റില്ല അധികം. അതിനൊന്നും ഞാൻ പോവുക ചെയ്യും. എനിക്ക് അങ്ങനെയൊന്നും, ഞാൻ ഇങ്ങനെ ചുമ്മാ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും. എല്ലാ ചായക്കടയിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പോയി ഇരിക്കാറൊക്കെ ഉണ്ട്. എനിക്കങ്ങനെ ഭയങ്കര ഇതൊന്നും അഖില ഭയങ്കര ഡൗൺ ടു എർത്ത്. അങ്ങനെയല്ല, ഡൗൺ ടു എർത്ത് ആവശ്യമല്ല, അതും അങ്ങനെ പറഞ്ഞതല്ല, ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞല്ല. അങ്ങനെ പോവാണ്ടിരിക്കാറില്ല ഞാൻ. എന്തായാലും ബേസിലായിട്ട് ഒരുപാട് ഫിലിം എടുക്കുമ്പോൾ നെക്സ്റ്റ് ബേസിൽ ജോസഫ് പടത്തിൽ ബേസിലിന്റെ നായികയായിട്ട് നമുക്ക് കാണാൻ പറ്റട്ടെ. എല്ലാവരുടെയും നായിക. ഓക്കെ. എന്തായാലും ഇപ്പം ഓണത്തിന് വൈകാതെ നാട്ടിൽ പോകുമായിരിക്കുമല്ലോ അല്ലേ? ചാൻസ് ഇല്ല, പ്രൊമോഷൻ ഓക്കെ. ഇപ്പൊ പ്രൊമോഷൻ, മൂവിയുടെ പ്രൊമോഷൻ നടക്കുന്നുണ്ടല്ലേ? എന്തായാലും അഖില, ഒരുപാട് സന്തോഷം നേരിൽ കാണാൻ പറ്റിയതിലും. താങ്ക് യു. എന്തായാലും നമ്മൾ ഒരുപാട് ഈ മൂവിക്ക് വേണ്ടി ഒത്തിരി വെയിറ്റിംഗ് ആണ്, നല്ല സ്റ്റാർ കാസ്റ്റിംഗ് ആണ്. എന്തായാലും ഒരു മെഡിക്കൽ മിറാക്കിൾ വരെ നല്ലൊരു മിറാക്കിൾ തന്നെ ആയിരിക്കട്ടെ മൂവി. മിറാക്കിൾ സംഭവിക്കട്ടെ, എല്ലാവർക്കും നല്ലതാണ്. ഓക്കെ. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, സെല്ലുലോയിഡ് പ്രേക്ഷകർ? എല്ലാവരും പടം കാണുക. മെഡിക്കൽ മിറാക്കിൾ സെപ്റ്റംബറിൽ ഇറങ്ങുകയാണ്, അതുപോലെ അവറാച്ചൻ ആൻഡ് സൺസും സെപ്റ്റംബറിൽ ഇറങ്ങുകയാണ്. 2 പടം പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം. താങ്ക് യു.